ആലപ്പുഴയിൽ നിന്ന് കൈനകരി വരെ നമ്മൾ വന്നു. ഒരാൾക്ക് 60 രൂപ ടിക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ആ കൈനകരിയിൽ തന്നെ ഇറങ്ങാം. ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത ബോട്ട്, നമ്മുടെ ലൈൻ ബോട്ട് വേറെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് കയറി പോരാം. അല്ലെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബസ്സിന് ഒക്കെ അപ്പുറം വഴിയൊക്കെ കറങ്ങി നമുക്ക് വേറെ റൂട്ടിലൊക്കെ സഞ്ചരിക്കാം. പക്ഷേ ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ ഇതിൽ തന്നെ കയറി. കാരണം വെച്ചാൽ ഈ ബോട്ട് തിരിച്ചു വരുന്നത് വേറെ റൂട്ട് വഴിയാണ്. അപ്പോൾ നമുക്ക് 2 റൂട്ടിലൂടെയാണ് ഇത് യാത്ര ചെയ്യുന്നത്. കാരണം നമ്മൾ വരുന്നത് ആലപ്പുഴയിൽ നിന്ന് കൈനകരിയിലേക്കാണെങ്കിലും ആലപ്പുഴയിൽ നിന്ന് കൈനകരിയിലേക്ക് വരുന്നത് ഒരു റൂട്ടിലാണെങ്കിൽ തിരിച്ച് കൈനകരിയിൽ നിന്ന് വളഞ്ഞ് വേറെ റൂട്ട് വഴിയാണ് നമ്മൾ തിരിച്ച് ആലപ്പുഴ ചെല്ലുന്നത്. അപ്പോൾ എന്തായാലും ആ 2 കാഴ്ചകളും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ വേറെ ബോട്ടിലോ അല്ലെങ്കിൽ ബസ്സിനോ ഒക്കെ വേറെ അവിടെയൊക്കെ കറങ്ങിയിട്ടൊക്കെ നമ്മൾ വരുവുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതും കൂടി നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും 60 രൂപയുടെ ഒരാൾക്ക് 60 രൂപ വെച്ച് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഈ 60 എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുകയാണ് നമ്മുടെ മുകളിലത്തെ ചാർജാണ് കേട്ടോ. താഴെ അതിൻ്റെ പകുതി ചാർജ് പോലും വരില്ല. റൂട്ടിലൂടെയായിരുന്നു നമ്മൾ ആദ്യം വന്നത്. അവിടെ നിന്നായിരുന്നു വന്നത്. അത് വന്ന് നേരെ അങ്ങോട്ട് പോയി അവിടെ 1-2 സ്റ്റോപ്പിലൊക്കെ പോയിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ഈ കൈനകരി ടെർമിനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ട് കേട്ടോ. ജ്യൂസ്, സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് തന്നെ ബോട്ടുകളൊക്കെ ചവിട്ടി കൊടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ആ രീതിക്കൊക്കെ തന്നെയാണ് അവിടെ മൊത്തം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്താ ഭംഗിയെന്ന് നോക്കിയേ. ഇതുവഴി വള്ളത്തേലും ബോട്ടിലൊക്കെ പോകുന്നവർ ഇവിടെ വന്ന് ചവിട്ടി ഓരോ വെള്ളമൊക്കെ കുടിച്ച് ഒരു സ്പീഡ് ലാൻഡ് പോകണുണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നേരെ അങ്ങാറ്റത്തുനിന്ന് അതുവഴിയാണ് നമ്മൾ വരുന്നത് കേട്ടോ. പക്ഷേ ഈ ടെർമിനലിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്നറിയാം, അവിടെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ ഒതുക്കിയിട്ട് നമ്മൾ നടന്ന് വേണം വരാൻ. ഒരു പ്രാവശ്യം ഇതിൻ്റെ പകുതി വരെ വന്നിട്ട് ഞാൻ തിരിച്ചു പോയതാണ്. ചെറിയൊരു തോട് പോലത്തെ സെറ്റപ്പായിട്ട് അതുവഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയകരി ബോട്ടിയെട്ടി. ആഹാ, ഈ തീർത്തിൻ്റെ 2 ഇടുങ്ങിയ സ്ഥലത്തൂടി നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആ ക്യാമറ ഫ്രണ്ടിലിങ്ങനെ നിർത്തി പിടിച്ചിരിക്കുകയാണ്. ഇരു സൈഡിലും വീടുകളാണ് മൊത്തം. കന്നിട്ട ബോട്ടിയെട്ടി. നമ്മൾ ആ സൈഡിൽ നിന്ന് വന്ന് കന്നിട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോട്ടിയെട്ടിയിൽ വന്നാണ് നമ്മൾ കയറിയിരിക്കണം കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ടൊരു റൂട്ടാണിത്. ഈ ബോട്ടിയെട്ടിയുടെ പേര് നോക്കി, നേഴ്സ് ബോട്ടിയെട്ടി. തൊട്ടപ്പുറത്തത് ഭാർഗവൻ ബോട്ടിയെട്ടി. ഓരോ ഇതിനോരോ പേരാകട്ടെ. കണ്ടോ, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണാത്ത പല കാഴ്ചകളുമാണ്, പല റൂട്ടുമാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം കിട്ടുന്നത് കേട്ടോ. വേറെ ലൈൻ ബോട്ടൊക്കെ ഇതുവഴി അങ്ങോട്ട് പാസ് ചെയ്ത് പോകണമുണ്ട്. ഇതാണ് അവിടെ ഒരു സ്ഥലത്ത് നിർത്തി, അടുത്തത് ഈ സ്ഥലത്തേക്ക് നിർത്തി. ഇതാണ് പുഞ്ചിരി ചെട്ടി. പുഞ്ചിരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പേരെന്തുകൊണ്ടാണ് ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും പേരൊരു വെറൈറ്റി പേരാകട്ടെ.
പുഞ്ചിരിക് ബോട്ട് കെട്ടി. വ്യത്യസ്ത തരത്തിലുള്ള ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ, പല രീതിയിൽ. മേളിൽ മറ്റേ മറച്ചത്, മറക്കാത്തത്, എന്താ ഭംഗി നോക്കിയത്, ഒരു രക്ഷയില്ല കേട്ടോ. എവിടെ നോക്കിയാലും ഹൗസ് ബോട്ടുകളും കൊച്ചു ബോട്ടുകളും വലിയ ബോട്ടുകളും പലതരത്തിലുള്ള ബോട്ടുകൾ. ഷിക്കാർ വള്ളങ്ങൾ എന്താ, ഈ വിളക്കുമരം ബോട്ട് കിട്ടും കേട്ടോ, വിളക്കുമരം. ഇടയ്ക്കൊരു ചെക്കർ സാറ് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ ഇതൊക്കെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. ഇത് സീറോ ബോട്ട് കെട്ടിയാണ്. അല്ല, വീണ്ടും നമ്മൾ ചെറിയ സെറ്റപ്പിൽ നിന്ന് വലിയ സെറ്റപ്പിലേക്ക് കയറിയ കേട്ടോ. അതിവിശാലമായ കാഴ്ചകൾ വീണ്ടും കാണും. നെഹ്റു ട്രോഫി ബോട്ട് കെട്ടിയായിട്ടോ ഇത്. നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗിയറേയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും പുന്നമടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു തുരുത്തുണ്ട്. ഈ തുരുത്തിൽ ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളതാണ്. അവിടെ നിന്ന് വള്ളംകളി നടക്കുന്ന സമയത്ത് ഒരു വള്ളത്തിലിങ്ങനെ വന്ന് ഇവിടെ വള്ളം മുങ്ങാൻ പോവുകയൊക്കെ ചെയ്തതാണ്. നിറച്ച ആളുകൾ കയറി, ഒരു സായിപ്പൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഈ തുരുത്തിൽ വള്ളംകളി പരിശീലനമൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സദ്യയൊക്കെ കൊടുക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ടാകും. പഴയൊരു ഓർമ്മയാണ്. അപ്പുറത്തെ ഹൗസ് ബോട്ട് കണ്ട, പുതിയ ഹൗസ് ബോട്ടാണ്, നല്ല ഭംഗി. നോക്കിക്ക് റമദ റിസോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഹൗസ് ബോട്ടുകളും ഒക്കെ എന്തും മാത്രമാണ്. അതേപോലെ തന്നെ നെഹ്റു ട്രോഫിയുടെ പവലിയൻ. നമ്മളങ്ങോട്ട് ഇതേപോലെ ഇങ്ങനെ കറങ്ങി പോയിട്ട് നമ്മൾ ഇപ്പുറം വഴി കറങ്ങിയാണ് അവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം കയറി അതേ റൂട്ടിൽ തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ച് ബോട്ട് കെട്ടിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ, ആലപ്പുഴയിലെത്തിയിരിക്കുകയാണ്.